എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ആശുപത്രിയിൽ എത്തുകയാണ്. രേവതിക്ക് നല്ല പനിയുണ്ട്. അപ്പം സച്ചി ഡോക്ടറെ ഒക്കെ കണ്ട് മരുന്ന് വാങ്ങി മടങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ സച്ചി പറയുകയാണ്, അതെ, ഇവിടുന്ന് തന്ന മരുന്നും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ കറക്റ്റായിട്ട് കഴിക്കണം. നീ സമയത്ത് ഭക്ഷണവും കഴിക്കില്ല, മരുന്നും കഴിക്കില്ല, എന്നിട്ട് ഓരോ അസുഖങ്ങളൊക്കെ വരുത്തി വെച്ചാൽ നിനക്കറിയാലോ, ഞാൻ കാർ ഓടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ. ആ കാര്യമൊക്കെ ഒന്ന് മോൾ ആലോചിക്കണമെന്നും പറഞ്ഞ് അവളിങ്ങനെ ശകാരിച്ചുകൊണ്ട് ഇങ്ങ് വരുന്ന ആ ഒരു സമയത്ത് ഒരു ആംബുലൻസ് അവിടെ വരികയാണ്. ആംബുലൻസ് കണ്ട പാടെ തന്നെ നമ്മുടെ രേവതി ആണെങ്കിലോ പേടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പുള്ളിക്കാരിക്ക് ഒച്ചയും ബഹളവും ഒക്കെ ഭയങ്കര പേടിയാ. അങ്ങനെ നിൽക്കുമ്പം നമ്മുടെ വിമലയും അതുപോലെ തന്നെ ആദ്യയുമാണ് ആ ഒരു ആംബുലൻസിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ആദ്യമാണെങ്കിൽ സ്ട്രക്ചറിൽ കിടത്തിയ ഒരു അവസ്ഥയിൽ അപ്പോൾ രേവതി വിമലയെ കണ്ട പാടെ തന്നെ അങ്ങ് ഓടിച്ചെന്നു. ആൻറ്റി, എന്ത് പറ്റിയതാ, ആദിക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം, മോളെ ഒന്നും പറയണ്ട മോളെ, അവനൊരു അപകടം സംഭവിച്ചതാ. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് ഡോക്ടർമാർ ഈ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് വിട്ടതാണെന്നും പറഞ്ഞു. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ നമ്മുടെ ഈ വിമലയും അതുപോലെ ആദിയും ഒക്കെ ഹെൽപ്പ് ചെയ്തു. ആദ്യം നേരെ അങ്ങ് കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും വിമലയെ ആശ്വസിപ്പിച്ച് നമ്മുടെ രേവതിയും സച്ചിയും ഒക്കെ വിമലയുടെ അടുത്തിരിക്കുന്നുണ്ട്. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴത്തേക്കിനും, സാറേ ഒന്നും പറയണ്ട സാറേ, എൻ്റെ മോനാണ്, എൻ്റെ കുഞ്ഞ് പേരക്കിടാവാണ്. അവൻ കളിക്കുന്ന സമയത്ത് അവനെ വന്നൊരു വണ്ടി ഇടിച്ചു. അവന്മാർ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയെന്നാ തോന്നുന്നത്. അപ്പം കൊച്ചിൻ്റെ കണ്ണൊക്കെ ആണെങ്കിൽ ഒരു വെള്ള തുണി വെച്ച് മൂടിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം വേറൊരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ്. അങ്ങനെ കൊച്ചിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പറയാം, അവൻ്റെ ഞരമ്പുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്നും പറഞ്ഞ് ഡോക്ടർ അകത്തോട്ട് പോവാണ്. അപ്പം നമ്മുടെ വിമലാമ്മയാണെങ്കിൽ കണ്ണീരും കയ്യുമായിട്ട് ഇരിക്കുക. തൻ്റെ ഈ ഒരു കാലം കഴിഞ്ഞാൽ തൻ്റെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കിനും ഡോക്ടർ അങ്ങോട്ട് വന്നു. അവർ വ്യക്തമായിട്ട് പരിശോധിച്ചു. അതെ, കൊച്ചിനൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ സച്ചിയും അതുപോലെ തന്നെ രേവതിയും ഒക്കെ പറഞ്ഞു. അമ്മ ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും സച്ചി നമ്മുടെ രേവതിയെ മാറ്റി നിർത്തി. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം വിമലയാണെങ്കിൽ കിട്ടിയതൊക്കെ മുതലാക്കി നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പം ശ്രുതി ആ സമയത്താണെങ്കിൽ നമ്മുടെ സുധി പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഹോം അപ്ലയൻസിന്റെ ഷോപ്പിലാണ്. അപ്പം ഇവളും അവിടെ നിന്ന് അവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിമലാമ്മയുടെ കോള് വരുന്നത്. അപ്പം സുധി വന്നിട്ട് പറഞ്ഞു, എടേ ശ്രുതി, നിന്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നുണ്ട്, എന്തോ ഒരു വി എന്നോ മറ്റെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാരാന്ന് ചോദിക്കുമ്പം, ഓ അതോ, അതെൻ്റെ പാർലറിൽ സ്ഥിരമായിട്ട് വരുന്നൊരു കസ്റ്റമറാന്നും പറഞ്ഞ് അവൾ പതുക്കെ ആ ഒരു ഫോൺ വാങ്ങി. എന്നിട്ട് അപ്പുറം മാറി നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പം എന്താ അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്. അമ്മയുടെ തലയിൽ ഇതൊന്നും കേറില്ലേ എന്ന് ചോദിക്കുമ്പം, മോളെ എടി കല്യാണി, അമ്മ പറയുന്നത് നീ ഒന്ന് കേക്കടിയെന്നും പറഞ്ഞ് നമ്മുടെ വിമലാമ്മ അപ്പറെ നിന്ന് ഭയങ്കര കരച്ചില്. അപ്പൊ അമ്മ കരയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും, എന്താ അമ്മേ, എന്താ പറ്റിയത്? മോളെ എടി, ആദ്യം വണ്ടി ഇടിച്ചു, അവന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയടി, മൊത്തത്തിൽ പ്രശ്നമാണ്, ഞങ്ങൾ ഇവിടെ ഈ അടുത്ത് തന്നെ ഉള്ള ആശുപത്രിയിൽ ഉണ്ടെന്നും പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശരിക്കും ഷോക്കായി. എന്ത് ചെയ്യും, തൻ്റെ മകനാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. അമ്മ ഏത് ആശുപത്രിയിലാണ്, ഞാൻ വേഗം അവിടെ വരാമെന്നും പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വിമലയോട് ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ ചോദിച്ചു. അപ്പം ശ്രുതിയുടെ അടുത്ത് നിന്ന് മുങ്ങണമല്ലോ, അതിനൊരു മാർഗം കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ശ്രുതി ഒരു നമ്പർ ഉണ്ടാക്കുകയാണ്. അതെ, ഞാനൊരു പുതിയ ബിസിനസ് ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരുപാട് കെറ്റിൽസും അതുപോലെ പല ഹോസ്പിറ്റൽ ഐറ്റംസും ഒക്കെ വരുമല്ലോ. നമുക്ക് ഇവിടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ആശുപത്രികളിൽ ഇതുപോലെ കെറ്റിൽസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവരുടെ അങ്ങോട്ടേക്ക് വേണ്ടുന്ന എല്ലാ അപ്ലയൻസസും നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിപ്പിക്കാനുള്ള ഒരു പരിപാടി ചെയ്താലോ? കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, എല്ലാത്തിനും ഞാൻ നേതൃത്വം കൊടുത്തോളാം എന്നും പറഞ്ഞ് ശ്രുതിയാണെങ്കിലോ കാര്യങ്ങൾ നമ്മുടെ ശ്രുതിയോട് സംസാരിച്ചു. അപ്പം അവനാണെങ്കിൽ, നിന്റെ കയ്യിൽ ഇത്ര വലിയ ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നോ? എൻ്റെ ശ്രുതി, നിന്റെ അടുത്ത് നിന്ന് പലതും ഞാൻ പഠിക്കാനുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അവര് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ശ്രുതി പെട്ടെന്ന് തന്നെ സമയമൊന്നും പാഴാക്കുന്നില്ല. വേഗം തന്നെ അവിടുന്ന് ഒരു 10-20 കെറ്റിൽസ് കവറിനകത്താക്കി അതോടൊപ്പം തന്നെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, ശ്രുതി ഞാൻ പോയിട്ട് വരാട്ടോ, എല്ലാം നീ ഡീല് ചെയ്യുമല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കിനും, എല്ലാം ഞാൻ നോക്കിക്കോളാം, അല്ല ദേ നമ്മുടെ കടയുടെ കാർഡ് കൂടി അവർക്ക് കൊടുത്തേക്കെന്നും പറഞ്ഞു. അങ്ങനെ ഇവൾ ഈ സാധനങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ്. ഈ സമയത്താണെങ്കിലും സച്ചി പറഞ്ഞു, ദേ രേവതി, ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്ന ശരിയാവില്ല കേട്ടോ,
നിനക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ, വാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ക്യാൻറ്റീനിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ശ്രുതിയാണെങ്കിൽ റിസപ്ഷനിലെത്തി. അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന പെങ്കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ചു. ഞങ്ങൾ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഇവിടെ ഫ്രീ ആയിട്ട് തരാൻ വന്നതാണ്, നിങ്ങളുടെ MD കണ്ടത് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം അതിനെന്താ ഞാൻ അറേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആ പെണ്ണ് അങ്ങനെ സംസാരിച്ചു. അങ്ങനെ ശ്രുതി ഈ ഒരു കെറ്റിലും ഒക്കെ തൂക്കി അവിടെ ഇങ്ങനെ വരുന്ന സമയം നമ്മുടെ സച്ചിയും രേവതിയും ഒക്കെ ശ്രുതിയെ കാണുകയാണ്. അപ്പൊ ഇവര് നേർക്ക് നേർ നിന്നിങ്ങനെ കാണുമ്പം അല്ല ശ്രുതി എന്താ ഇവിടെ എന്ന് രേവതി ശ്രുതിയോട് ചോദിക്കുകയാണ്. അത് ഞാൻ ബിസിനസിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഇവിടെ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഇവള് വിശദമായിട്ട് പറയുമ്പോഴത്തേക്കിനും അല്ല രേവതി എന്താ ഇവിടെ എന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുക. ഒരു രക്ഷയില്ല ശ്രുതി, എനിക്ക് ഭയങ്കര പനിയാണ്, ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വന്നതാ. എന്നിട്ട് മരുന്ന് വാങ്ങിച്ചോ എന്ന് ചോദിക്കുമ്പം മരുന്നൊക്കെ വാങ്ങിച്ചു. പിന്നെ എന്താ വീട്ടിൽ പോവാത്തത്, നിങ്ങൾക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ മേലേന്ന് ഇവള് ചോദിക്കുക. പെട്ടെന്ന് തന്നെ അത് ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടത് കൊണ്ടാണ് വീട്ടിൽ പോവാതെ നിൽക്കുന്നത്. ഇനി എന്താ കാര്യം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി വിമലാമ്മയുടെയും ആദിയുടെയും കാര്യമൊക്കെ പറയുക. ആദിക്ക് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്, അവന്റെ കണ്ണിന്റെ കാഴ്ച പോയെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്ത് കൊച്ചിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവര് ഡിസ്ചാർജ് ആകുന്നതൊക്കെ അറിഞ്ഞെങ്കിലല്ലേ എനിക്ക് പോരാൻ പറ്റുള്ളൂ. ഒന്നുമില്ലെങ്കിലും എൻ്റെ ജീവൻ രക്ഷിച്ച കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ ഇവരോട് സംസാരിക്കുമ്പോഴത്തേക്കിനും ശ്രുതിയാണെങ്കിലോ തൻ്റെ മകനെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹത്തോടു കൂടി അവിടെ വന്നതാണ്. അപ്പൊ ഇവര് വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നുമില്ല, ഇവറ്റകളെ എങ്ങനെയും പറഞ്ഞു വിടണമല്ലോ. എന്നാ നിങ്ങൾ ചെല്ലു കേട്ടോ. അല്ല നിങ്ങൾക്ക് എന്നാ ഇപ്പൊ വീട്ടിലേക്ക് പോവാൻ മേലേന്ന് ചോദിക്കുമ്പം ഇല്ല, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കൊച്ചെന്നാണ് ഡിസ്ചാർജ് ആകുന്നത് ആ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വീട്ടിൽ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ക്യാൻറ്റീനിലേക്ക് പോയി. അപ്പൊ സച്ചിക്കാണെങ്കിൽ ഈ ശ്രുതിയുടെ ഈ വരവും ശ്രുതിയുടെ സംസാരവും ഒക്കെ കാണുമ്പം എന്തോ ചെറിയൊരു പന്തികേട് ഫീൽ ചെയ്യാണ്. അപ്പം ഇവനാണെങ്കിൽ ഇവളിങ്ങനെ തിരിഞ്ഞു നോക്കി പോവുക. അപ്പൊ ഇവര് പോയ തക്കത്തിന് ശ്രുതി വേഗം തന്നെ വിമലാമ്മയും ആദിക്കുട്ടനും ഒക്കെ കിടക്കുന്ന ആ റൂമിലേക്ക് ചെന്നു. അപ്പം വിമലയാണെങ്കിൽ ഇരുന്ന് കരച്ചില. നമ്മുടെ ആദ്യം കണ്ട പാടെ തന്നെ ശ്രുതിയാണെങ്കിൽ ഓടിപ്പോയിട്ട് അവനെ പിടിച്ചു. അപ്പൊ ആദ്യം ഇങ്ങനെ ബെഡിൽ കിടത്തിയിരിക്കുക, കുഞ്ഞിന് ബോധമൊന്നും വന്നിട്ടില്ല. കുഞ്ഞിന്റെ കണ്ണിലെ കെട്ടൊക്കെ കാണുമ്പോഴത്തേക്കിനും ശരിക്ക് അവളിങ്ങനെ പൊട്ടി കരയുന്നുണ്ട്. എൻ്റെ മോനെ ഞാൻ നോക്കേണ്ട മോനാണ്, എൻ്റെ മോൻ ഇങ്ങനെയുള്ളൊരു അവസ്ഥ വന്നല്ലോ, ഞാൻ എന്തമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം വിമല അവളെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഇനിയിപ്പം മോളൊരു കാര്യം ചെയ്യണം. ദേ അമ്മയ്ക്ക് പ്രായമായി വരികയാണ്, അമ്മ ഇനി എത്ര നാൾ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ മോള് വേണം ആദിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. നീ എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്നെ ഏൽപ്പിച്ചിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് കണ്ണടയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിന്റെ സീരിയസ്നെസ്സും ഇപ്പൊ തന്റെ കുഞ്ഞിനെ തനിക്ക് നോക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ ശ്രുതിക്ക് നല്ലതുപോലെ ഉണ്ട്. ശ്രുതി ഇങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും വിമലാമ്മ പറഞ്ഞു, മോളെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലടി, ദേ എനിക്കറിയില്ല ഞാൻ എന്ത് പറഞ്ഞാ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന്. എന്തായാലും നമ്മുടെ കുഞ്ഞിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പം അമ്മ ഞാനിനി അധിക സമയം ഇവിടെ നിന്നാൽ ശരിയാവില്ല. സച്ചിയും രേവതിയും കൂടെ ക്യാൻറ്റീനിൽ പോയിട്ടുണ്ട്, അവര് മടങ്ങി വരുന്നതിന് മുന്നേ എനിക്ക് ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞു. അങ്ങനെ അവള് കൊച്ചിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സച്ചിയും രേവതിയും ഒക്കെ കൂടെ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി നിൽക്കുക. അപ്പൊ ഇവരാണെങ്കിൽ വിമലക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇവര് നിൽക്കുമ്പോഴത്തേക്കിനും രേവതി നമ്മുടെ ശ്രുതിയെ കണ്ടു. ശ്രുതിയെ കണ്ടപാടെ തന്നെ രേവതി വിളിച്ചു, ശ്രുതി പോവാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പോവാണ്. അല്ല സാധനങ്ങളൊക്കെ കൊടുത്തോ, വന്ന കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിക്കുക സച്ചി. ഇത് കേട്ട പാടെ തന്നെ എന്ത് കാര്യം, അല്ല കുറച്ച് കെറ്റിലൊക്കെ തൂക്കിക്കൊണ്ടാണല്ലോ വന്നത്, അതിന്റെ കച്ചവടമൊക്കെ നടന്നോന്നാണ് സച്ചി ഉദ്ദേശിച്ചത്. അങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ആ പയ്യനെ കണ്ടായിരുന്നു എന്ന് ശ്രുതി പറയാണ്. കണ്ടല്ലേ, പാവമുണ്ട്, ആ അമ്മയ്ക്ക് സഹായത്തിന് മറ്റാരുമില്ല, ഒരു മോളുണ്ട്, ഗൾഫിൽ എവിടെയോ പോയി അവള് കാശ് സമ്പാദിക്കുകയാണ്. അവളെയൊക്കെ എന്താ പറയേണ്ടത്, കാശ് സമ്പാദിച്ചത് കൊണ്ട് മാത്രം ജീവിതം നല്ല രീതിയിൽ പോവോ? ഇതുപോലെ ഒരു അനുജൻ ഉണ്ടെങ്കിൽ അവനെ നോക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ കാണിക്കണമെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അതിന് ആ പെണ്ണിന്റെ അവസ്ഥ സച്ചിക്ക് എങ്ങനെ അറിയാന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുക.
ശ്രുതി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ശ്രുതിയുടെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് നോക്കുക. ഇവൾക്ക് എന്താ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമെന്ന്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. എന്തായാലും ശ്രുതിയുടെ കള്ളക്കളികളൊക്കെ നമ്മുടെ സച്ചി കണ്ടുപിടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബാക്കി വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.